കാഴ്ച പരിമിതിയുള്ള ആളുകൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇമേജ് റെക്കഗ്നേഷൻ, അതായത് ഫോട്ടോകൾ മനസ്സിലാക്കാനുള്ള പ്രശ്നം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റും. അതിന് പറ്റിയൊരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് ബി മൈ ഐസ്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു ഇമേജ് റെക്കഗ്നൈസ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഓൾറെഡി ഒരു ഇമേജ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് എടുത്ത ഇമേജാണ്. ഇതെന്താണെന്ന് എനിക്ക് ധാരണയില്ല. സോ നമുക്കിതൊന്ന് ഷെയർ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഗാലറിയിലാണുള്ളത്. ഞാനിപ്പോൾ ഇവിടെ നിന്നും ബി മൈ ഐസ് എന്ന ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇതാണ് ഓപ്ഷൻ, ബി മൈ ഐസ് ഡിസ്ക്രൈബ് വിത്ത് ബി മൈ ഐസ്. അങ്ങനെയാണ് ഇതിൽ കാണിക്കുക. ഇപ്പോൾ ഇവിടെ ഇത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ പാസ് മോർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാനൊക്കെ കഴിയും. ഞാനിവിടെ നിന്ന് ടൈപ്പ് ചെയ്യാണ്. Navigate up. Ask more. Keep. More options button. ഇതിപ്പോൾ നമുക്ക് കീപ്പ് ചെയ്യണമെന്നാണ്. ഇമേജ് ഇവിടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റുമോ, അതാണ് ഉദ്ദേശിച്ചത്. Your message image. നമ്മൾ അയച്ച മെസ്സേജ്, ഇത് ഹെഡിങ് ആണ്. Be my AI. Smartphone home screen with a pastel gradient background in shades of purple, pink, and blue. At the top, it shows the time as 10:26 and the battery at 32%. There is a large weather widget in the center, which reads tap for weather info with a sun and cloud icon. Below the widget are 4 app icons: phone, green, messages, white and blue, camera, red and white, and gallery. കണ്ടോ, ഇത്ര വ്യക്തമായിട്ടാണ് ഇത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ നൽകുന്നത്. ഇതൊരു സ്മാർട്ട് ഫോണിൻ്റെ ഹോം സ്ക്രീൻ ആണെന്ന് പറയുന്നു. അത് ഏതൊക്കെ കളറിലാണ് ഏതൊക്കെ ആപ്പിൻ്റെ ഐക്കണുകൾ ഉള്ളതെന്നും അതുപോലെ എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഇതിൽ കാണിക്കുന്നുണ്ടെന്നുള്ളതും കറക്റ്റായിട്ട് നമ്മളെ ഫോണിൻ്റെ ഹോം സ്ക്രീന് ഏത് തരത്തിലാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എന്ത് ഇമേജ് വേണമെങ്കിലും ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സാധിക്കും. For more videos, subscribe our channel.